എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മൾ വളരും തോറും ചെറുതാവണം എന്നാണ് പറയുന്നത്. ചെറുതാവുമ്പോഴേ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ പലപ്പോഴും അഹങ്കരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ വചനം തന്നെ നമ്മളോട് പറയുന്നു, അഹങ്കാരികൾ അവിടുന്ന് ചിതറിക്കുന്നാണ് പറയുന്നത്. അഹങ്കാരമല്ല നമുക്ക് ആവശ്യം, എളിമയാണ് ആവശ്യം. പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെ പോലെ വിവേകികളുമായിരിക്കുവാനായിട്ടാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ എന്നും എളിമയും അതുപോലെ തന്നെ ഒരു വിനയ മനോഭാവമൊക്കെ ഉണ്ടെങ്കിൽ ദൈവം നമ്മെ തന്നെ ഉയർത്തിക്കോളും. അതല്ല, നമുക്ക് പലപ്പോഴും അഹങ്കാരമാണ്, എന്തോ ആണെന്ന് ദണ്ഡിക്കുന്നവര് പലപ്പോഴും നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് പോലും അങ്ങനത്തെ ഒരു ചിന്ത നമ്മളിൽ വന്നു ചേർന്നിട്ടുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും നേടി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്തിന്റെ മട്ടുപാവിലെത്തി എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ പലപ്പോഴും അത് ചിത്രിക്കപ്പെടാനായിട്ട്, തകർക്കപ്പെടാനായിട്ട് കാരണമായി തീരുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും എളിമയോടെ ജീവിക്കാനായിട്ട്, വിനയത്തോടെ ജീവിക്കുവാനായിട്ട്, അതുവഴി കിട്ടുന്ന നേട്ടങ്ങളെല്ലാം ദൈവകൃപയാലാണെന്ന് മനസ്സിലാക്കാനായിട്ടൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ ഈ ഈസ്റ്റർ ദിനം നമ്മൾ അത് തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. കാരണം നന്മയിലേക്ക് ഉത്ഥാനം ചെയ്യാനായിട്ട്, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നന്മയിലേക്ക് ഉത്ഥാനം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം, ഉയരാനായിട്ട് സാധിക്കണം, ഉയരങ്ങളിലേക്ക് ഉയരാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനാവശ്യമായിട്ട് ഉള്ളത് കർത്താവിന്റെ ആ ഒരു അവസ്ഥ തന്നെയാണ്. പാതാളം വരെ താഴ്ത്തപ്പെടുമ്പോഴാണ് സ്വർഗത്തോളം വരെ ഉയർത്തപ്പെടുന്നത്. പാതാളം അത്രമാത്രം എളിമപ്പെടുമ്പോഴാണ് അത്രമാത്രം ഉയർത്തപ്പെടാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. പലപ്പോഴും അഹങ്കാരം ചിലപ്പോഴും ഈ പറഞ്ഞ അവസ്ഥയിലേക്ക്, പാതാളത്തിൽ തന്നെ കിടക്കേണ്ട ഗതികേട് വരും. അപ്പൊ ഉയർന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ന് താഴ്ന്നു തന്നെ ഇരിക്കുള്ളൂ, ഒരിക്കലും ഉയരാനായിട്ട് നമുക്ക് സാധിക്കില്ല. പിന്നെ എന്ന് പറയാറുള്ള ഒരു വചനം, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നെഗറ്റീവ് വെടിയുക. ആ ഒരു നന്മയെ ചിന്തിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് നിങ്ങൾക്ക് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്നേഹസംഗമത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അവർക്ക് നേരുന്നു. നന്ദി, നമസ്കാരം.